ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത രാഷ്ട്രപതി. ഇതുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ ഒപ്പിടുന്നതിലെ അധികാരം സംബന്ധിച്ചും രാഷ്ട്രപതി ചോദ്യം ഉയർത്തിയ ഒരു സാഹചര്യമാണുള്ളത്. കുറച്ചുനാൾ മുൻപ് ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ സമയപരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് പുറത്തേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് പുറത്തേക്ക് വന്നത്. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ ഒപ്പിടുന്നതിലെ അധികാരം സംബന്ധിച്ചും രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദ്യം ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നന്ദൻ, 14 കാര്യങ്ങളിൽ വ്യക്തത തേടിയിരിക്കുന്നു രാഷ്ട്രപതി. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. ദേവിക, നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഗവർണർമാർ പരിശോധിച്ച് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷയിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിരുന്നു. ജസ്റ്റിസ് ആർ.ജി. പൽദിവാലയും അതേപോലെ തന്നെ ജെ.ബി. പർദിവാലയും ആർ മഹാദേവനുമായിരുന്നു ഇത്തരമൊരു വിധി പ്രസ്താവിച്ചത്. 3 മാസത്തിനകം രാഷ്ട്രപതി തീരുമാനമെടുക്കണമെന്നായിരുന്നു ആ വിധിയിലുണ്ടായിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ രാഷ്ട്രപതി വളരെ അസാധാരണമായൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് ഭരണഘടനയിലെ 201 പ്രകാരം സമയപരിധി ഉണ്ടോ എന്നതടക്കമുള്ള 14 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഫെഡറലിസം, അതേപോലെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷ, അതേപോലെ തന്നെ അഖണ്ഡത, ഒപ്പം തന്നെ നിയമവശങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് വേണം ഗവർണർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 പ്രകാരം ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഇതിൽ തീരുമാനമെടുക്കുവാനുള്ള രാഷ്ട്രപതിയുടെയും അതേപോലെ തന്നെ ഗവർണറുടെയും അധികാരം എന്തെന്നുള്ളത് വിശദീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല ഈ അനുച്ഛേദം ഈ മന്ത്രിസഭയുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ഗവർണർ ഈ ബിൽ ഒപ്പിടുന്ന വിഷയത്തിൽ നിലപാടെടുക്കണോ എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കണം തുടങ്ങിയ 14 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വളരെ അപൂർവമായി അല്ലെങ്കിൽ അപൂർവമായി മാത്രമാണ് രാഷ്ട്രപതി ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ കത്ത് നൽകിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് വ്യക്തമാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അതേപോലെ തന്നെ നിയമമന്ത്രി ജസ്റ്റിസ് മേഘ്വാളുമായും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് രാഷ്ട്രപതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അർജുൻ റാം മേഘ്വാൾ അടക്കമുള്ള നിയമ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാഷ്ട്രപതി കടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് രാഷ്ട്രപതി ഭവൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭ നൽകുന്നതെന്തും അതേപടി അല്ലെങ്കിൽ അത് നിയമമാക്കുന്നതെന്തും അതേപടി അംഗീകരിക്കുവാൻ നിന്നാൽ ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അവിടെ എന്ത് അധികാരം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രാധാന്യം നൽകണം, ഫെഡറലിസത്തിൽ പ്രാധാന്യം നൽകണം, ഒപ്പം തന്നെ നിയമവശങ്ങളും മറ്റും പരിശോധിച്ച് മാത്രമേ ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നതടക്കമാണ് രാഷ്ട്രപതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരി.